ദുബായ് സേഫ് ആണോ ഇപ്പോൾ? ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന വാർ അത് നമ്മൾ UAE-യിലുള്ളവർക്ക് അഫക്റ്റ് ചെയ്യുമോ? അതിന്റെ റിയൽ സിറ്റുവേഷൻ എന്താണ്? ഇവിടെ ഞാൻ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ സീരിയസ് ടെൻഷൻ ഉണ്ട്. ഇറാൻ, ഇസ്രായേൽ, ലെബനൻ, US പോലെ കൺട്രീസ് എല്ലാം ഇൻവോൾവ് ആണ്. അറ്റാക്സ് ഓൾറെഡി നടക്കുന്നുണ്ട്. സീസ് ഫയറിനും ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ സ്റ്റിൽ സ്റ്റേബിൾ ആയിട്ടില്ല. ഇത് ഒരു സ്മോൾ ഇഷ്യൂ അല്ല, ഗ്ലോബൽ ലെവലിൽ ഇമ്പാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. ഇനി മെയിൻ ക്വസ്റ്റ്യൻ, ഇത് UAE-യിൽ എങ്ങനെ ഇമ്പാക്റ്റ് ആകും? ഫസ്റ്റ്, ഫ്യൂവൽ പ്രൈസ്. ഓയിൽ ട്രാൻസ്പോർട്ട് റിസ്കി ആയാൽ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ്, ഫുഡ് ആൻഡ് എക്സ്പെൻസസ്. ഓൾറെഡി നമ്മൾ കാണുന്നു കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുന്നു. തേർഡ്, ജോബ് ആൻഡ് എക്കണോമി. കമ്പനീസ് കെയർഫുൾ ആകും, ഹയറിംഗ് സ്ലോ ആകും, ബിസിനസ് ഗ്രോത്ത് കുറയും. സോ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും ഇത് ഫീൽ ചെയ്യും. പക്ഷേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ദുബായ് സേഫ് ആണോ? ആൻസർ ഇസ് യെസ്, മോസ്റ്റ്ലി സേഫ് ആണ്. UAE ഒരു സ്ട്രോങ് കൺട്രി ആണ്. സെക്യൂരിറ്റി സിസ്റ്റം വളരെ പവർഫുൾ ആണ്. ഓൾറെഡി ത്രെറ്റ്സ് ഉണ്ടായിട്ടും അതൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിറ്റുവേഷൻ അൺപ്രെഡിക്റ്റബിൾ ആണ്. സോ ഓവർ കോൺഫിഡൻസ് ആവണ്ട, അവയർനെസ് വേണം. കൺക്ലൂഷൻ പറഞ്ഞാൽ പാനിക് ആകേണ്ട ആവശ്യമില്ല, പക്ഷേ ഇഗ്നോർ ചെയ്യരുത്. ന്യൂസിനെ ഫോളോ ചെയ്യൂ, എക്സ്പെൻസ് കൺട്രോൾ ചെയ്യുക, പ്രിപ്പയർഡ് ആയിരിക്കണം. ഇത് സീരിയസ് ആണ്, പക്ഷേ നമ്മൾ കാമായി ഹാൻഡിൽ ചെയ്യണം.